ആത്മീയ ലോകം ആത്മാഭിമാനത്തോടെ നെഞ്ചിലേറ്റിയ ആത്മീയ ആചാര്യൻ അന്ത്യപ്രവാചകരുടെ ജന്മദിനമാണ് റബീഉൽ അവൽ 12 തിങ്കൾ സുദിനം. വിശ്വാസികളുടെ ഖൽബിനകത്ത് പനിനീർ സുഗന്ധം നിറയുന്ന പൊൻസുദിനം. അതെ, മാനവ ഹൃദയത്തിൽ ആനന്ദത്തിന്റെ നറുമണം വീശുന്ന വിശുദ്ധ റബീന്റെ സ്വർഗവസന്തം വീണ്ടും സമാഗതമായിരിക്കുന്നു. രാജശില്പിയായ പ്രവാചകരുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രപഞ്ചമാകെ പ്രകമ്പനം കൊള്ളുന്ന ഈ ദിനങ്ങളിൽ പ്രവാചകർ നമുക്ക് നൽകിയ സ്നേഹത്തിന് ഉപഹാരമായി ആത്മവസന്തം വിരിയുന്ന ഈ റബീഇനെ അന്ധകാര നിബിഡമായ അറേബ്യൻ മണ്ണിൽ സത്യത്തിന്റെ പൊൻതിരിവട്ടം തെളിയിച്ച് മാനവ മനസ്സുകളിൽ മഹിത ദർശനത്തിന്റെ സത്യസുഗന്ധം പരത്തി സന്തോഷത്തിന്റെ പൂഞ്ചോലകൾ ഒരുക്കി ലോകത്തിനാകമാനം പ്രവാചകരായി അവതരിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി വരുമോ? നബിദിന സന്ദേശം നൽകുന്നത് പാണക്കാട് സയ്യിദ് മുബഷിർ അലി ശിഹാബ് തങ്ങൾ. അസ്സലാമു അലൈക്കും. നബി ചിന്തകളുമായി ഒരു റബീഉൽ അവ്വൽ കൂടി വരികയാണ്. മാനവ സമൂഹത്തിന് നേരിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ജീവിതത്തിന്റെ ആവശ്യകതയും അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളും ഉറക്കെ പ്രഖ്യാപനം ചെയ്തുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾ അനുവർത്തിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് വർത്തമാന സാഹചര്യങ്ങൾ നമ്മെ വിചാരപ്പെടുത്തുന്നുണ്ട്. ഏതു മേഖലയും ചൂഷണത്തിനും വ്യക്തി താൽപര്യത്തിനും ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ധാർമ്മികത മനുഷ്യനിൽ സ്വാധീനം ചെലുത്താതായിരിക്കുന്നു. തന്റെ വിശേഷ ബുദ്ധി എന്ന ദൈവാനുഗ്രഹം ദുരുപയോഗം ചെയ്ത് മനുഷ്യൻ താൻ വിഹരിക്കുന്ന മേഖലകളിലെല്ലാം അതിക്രമം കാണിക്കുകയാണ്. ഈ ചുറ്റുപാടുകൾ മാറ്റിയെടുക്കാനും മനുഷ്യന് മനുഷ്യനായി ജീവിക്കാനും പറ്റുന്ന ലോകമായി ഈ ലോകത്തെ മാറ്റിയെടുക്കാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ദൗത്യത്തെ അംഗീകരിക്കുകയല്ലാതെ മാർഗമില്ല. ലോകരക്ഷിതാവായ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുകയും എന്നിട്ടവനെ ഭൂമിയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തതു മുതൽ കാലാകാലങ്ങളിൽ തൻ്റെ ഏകത്വ പ്രഖ്യാപനവും ധാർമ്മിക മൂല്യങ്ങൾ പിൻപറ്റാനുള്ള നിർദ്ദേശവുമായി അതത് ജനസമൂഹത്തിലേക്ക് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിൻ്റെ പേരിൽ ആദിമമനുഷ്യനായ ആദം അലൈഹിസ്സലാം അടക്കമുള്ള മനുഷ്യരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയപ്പോൾ അള്ളാഹു മാനവകുലത്തോട് നൽകിയ വാഗ്ദത്തത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. ശുദ്ധ ഖുർആനിൽ പറയുന്നു, നമ്മൾ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളൊന്നടങ്കം സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകുക. എൻ്റെ അടുക്കൽ നിന്നും ഗ്രന്ഥവും പ്രവാചകന്മാരുമാകുന്ന സന്മാർഗം വരുന്ന പക്ഷം എന്നെക്കൊണ്ട് വിശ്വസിക്കുകയും എനിക്ക് വഴിപ്പെടുകയും ചെയ്യുന്നവർക്ക് ഭയപ്പെടുകയോ ദുഃഖിക്കേണ്ടിയോ വരികയില്ല. ലോകരക്ഷിതാവിൽ നിന്നുള്ള സന്മാർഗവാഹകരും മാർഗദർശികളുമായ പ്രവാചകന്മാരുടെ അവസാന കണ്ണിയായിരുന്നു ക്രിസ്താബ്ദം 571 ഏപ്രിൽ 23 റബീഉൽ അവ്വൽ 12 അബ്ദുല്ലായുടെയും ആമിനായുടെയും മകനായി മക്കയിൽ ഉദയം കൊണ്ടു തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇബ്രാഹിം നബിയുടെ പുത്രൻ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലായിരുന്നു തിരുനബിയുടെ ജനനം. മാനവ സമൂഹത്തിന് മാർഗദർശകനാണ് താനെന്നും പ്രപഞ്ച സൃഷ്ടിക്കു കാരണം താനാണെന്നും ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള അത്ഭുത ജനനം തന്നെയായിരുന്നു അത്. പ്രവാചകന്റെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് കാണുക, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ ഉത്തമ മാതൃകയുണ്ട്. സൂറത്തു അഹ്സാബ് 21. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തീർച്ചയായും ഞാൻ നിയോഗിക്കപ്പെട്ടത് അതിമഹത്തായ സ്വഭാവ ഗുണങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ലോകത്തിന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യാനും ഉത്തമ സമൂഹ സൃഷ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിച്ച ദർശനത്തിന് കഴിയും. അതിന് വേണ്ടത് ആ പ്രവാചകരെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. റബീഉൽ അവ്വൽ എന്നാൽ പ്രഥമ വസന്തം എന്നാണർത്ഥം. വസന്തം സുഗന്ധവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന കാലമാണ്. ലോകത്തിന് വസന്തം വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കണം. നബിയാകുന്ന വ്യക്തിയെയും വ്യക്തിത്വത്തെയും അംഗീകരിച്ച് ജീവിക്കണം. നമുക്കെല്ലാവർക്കും നബി അംഗീകരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഏവർക്കും നബിദിനാശംസകൾ. അസ്സലാമു അലൈക്കും.